നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞാറമൂടാണ്. ഞാൻ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് കാച്ചാണിക്ക് സമീപമായിട്ടാണ്. ഇവിടെ 2000 സ്ക്വയർ ഫീറ്റിൽ 5.1 സെൻറ്റിൽ അതിമനോഹരമായിട്ടൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് കാച്ചാണിയിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും വെറും 75 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അത്രയ്ക്ക് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബസ് റൂട്ടിലൂടെ പോകുന്ന വണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് കഴിയും. അത്രയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ അതിവിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് ചെറിയ വണ്ടിയാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് 3 വണ്ടികളിടാൻ പറ്റും. ഇവിടെ ഒരു വണ്ടി ഇടാം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വണ്ടി ഇടാം, കൂടാതെ തന്നെ ആ ഭാഗത്തായിട്ട് ഒരു വണ്ടി ഇടാം. ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 3 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയും. അത്യാവശ്യം വലിയ എക്സ്യൂവിയോ ഇന്നോവോ പോലെയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ 2 വലിയ വണ്ടികൾക്ക് സുഗമമായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ഒരു വണ്ടി ഇടാം, കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വണ്ടി ഇടാം. ഇവിടുത്തെ വാട്ടർ അക്സസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും പൈപ്പ് കണക്ഷനാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാട്ടറിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കൃഷികളൊക്കെ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനെല്ലാം പറ്റിയ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്കിൽ കിടന്ന ഈ ഒരു സ്പേസ്. കൂടാതെ തന്നെ നമുക്കിവിടെ തുണി കാര്യങ്ങളൊക്കെ എല്ലാം കഴുകുന്നതിന് പറ്റിയ ഒരു അറേഞ്ച്മെൻറ്റ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡ് സൈഡ് അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. വണ്ടി കാര്യങ്ങളും ബസ് എല്ലാം പോകുന്നത് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന്. നമുക്ക് വീടിൻ്റെ ഈ ഒരു സിറ്റ് ഔട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേസ് നൽകുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും ഉണ്ട്, കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നു. ഇവിടെയെല്ലാം നല്ല ഡിസൈനിലുള്ള തൂണ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ മെയിൻ ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലാവിൽ തീർത്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ഡോറാണ് വരുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ടൈൽസാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു TV യൂണിറ്റ് വരുന്നു. വുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഭിത്തിയിലെ കളർ എന്ന് പറയുന്നത് ചന്ദന കളറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു ലൈറ്റ്, റൗണ്ട് ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു.
നമുക്ക് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിലൊരു വാഷ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഡിസൈനും കാര്യത്തിലൊക്കെ ഉള്ള ഒരു വാഷ് സ്പേസാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്കിൻ്റെ മുകളിലായിട്ടൊരു മിറർ ഭാഗം കൂടി വരുന്നു. ഇവിടെ നമുക്ക് സ്റ്റോറേജ്, അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയ കൂടി നമുക്ക് ഉണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കളർ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു യെല്ലോ കളർ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചന്ദന കളർ വരുന്നുണ്ട്. ഈ ഒരു രണ്ട് കളറിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് തടി കൊണ്ടുള്ള ഒരു അലമാര ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. എല്ലാ ലോക്ക് സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു അലമാരയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് 3 ഡോറുള്ള ഒരു അലമാരയാണ് വരുന്നത് കേട്ടോ. 3 ഡോറുള്ള അലമാരയാണ് വരുന്നത്. ഇവിടെ നമുക്ക് താഴെ ലോക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് തുണി കാര്യങ്ങൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു ബേസിക് ആയിട്ടുള്ള അലമാരയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ളൊരു സ്ഥലം തന്നെ ഇവിടെ വരുന്നു. കൂടാതെ ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള അലമാര, ഡബിൾ ഡോറുള്ള ഒരു അലമാര കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൂടി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബുക്ക് കാര്യങ്ങൾ വയ്ക്കാം. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലാപ്ടോപ്പ്, കീബോർഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഭാഗത്തായിട്ട് വയ്ക്കാനായിട്ട് കഴിയും. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ളൊരു സ്ഥലം തന്നെ ഇവിടെ വരുന്നു. കൂടാതെ ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള അലമാര, ഡബിൾ ഡോറുള്ള ഒരു അലമാര കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു.
ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ളൊരു കിച്ചൺ ഭാഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒതുങ്ങിയിട്ടുള്ളൊരു കിച്ചൺ സൈഡ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് വുഡിൽ തീർത്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായാലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായാലും എല്ലാ ഭാഗത്തും നമുക്ക് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് തടിയാണ്. ഫുള്ള് തടി കൊണ്ടുള്ള മെറ്റീരിയൽസാണ് നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസിലെല്ലാം വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് മുകൾ ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഭയങ്കര ലൈറ്റ് വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ലൈറ്റ് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിലുള്ളൊരു റൗണ്ട് ലൈറ്റ് ഇവിടെ വരുന്നു. കൂടാതെ നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. തടിയിൽ തീർത്തിട്ടുള്ള ഫുള്ളും വുഡിൽ തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് 2000 സ്ക്വയർ ഫീറ്റിലാണ്. കൂടാതെ തന്നെ 5.1 സെന്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു വീട്ടിൽ 4 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാൽക്കണി, അതുപോലെ തന്നെ ഒരു സിറ്റ് ഔട്ട്, ഇത്രയുമാണ് വരുന്നത്. ഈ മുകളിലത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുമാണ്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമുക്കിവിടെ നല്ലൊരു ഡിസൈനിലുള്ള പെയിൻ്റാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഫ്ലോർ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അലമാര, 3 ഡോറുള്ള ഒരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് റൂം വരുന്നത്. നമ്മുടെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്.
മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് യെല്ലോ കളറും അതുപോലെ തന്നെ നമുക്കൊരു ചന്ദന കളർ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത്. നമുക്ക് ഇവിടെയും നമുക്ക് 3 ഡോറുള്ള വുഡിൽ തീർത്തിട്ടുള്ള അലമാര തന്നെയാണ് ഈ ഒരു ഭാഗത്തും വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ എല്ലാം സെറയുടെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോർ എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു ബാൽക്കണി സൈഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത്യാവശ്യം ഒതുങ്ങിയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്കിവിടെ വരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോഡ് സൈഡ് അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.